اللهم إنا نقول كما قال نبيك يونس عليه الصلاة والسلام لا إله إلا أنت سبحانك إني كنت من الظالمين. اللهم لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد. اللهم كن لنا ناصرا وإلينا ناظرا وعلينا منعما وبنا رؤوفا ومنا راضيا. اللهم اجعل من الحلال مرزوقنا ومن الحرام معصومنا واجعل التوفيق رفيقنا وصراط المستقيم طريقنا وأوصلنا إلى خير مقاصدنا يا رب العالمين يا أرحم الراحمين. أرحم الرحيم يا الله വേ പരമദയാലുവായ തമ്പുരാനെ, അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ തമ്പുരാനെ. പാപി ജീവിതം പാപരഹിതമാക്കണേ അല്ലാ. പടച്ചവനെ, നിന്റെ പരലോകം ഇത്രയേറെ കേട്ടിട്ടും ഞങ്ങൾ ഇവിടെ നിന്ന് പിരിയുമ്പോ പിശാച് ഞങ്ങളെ വഴിതെറ്റിക്കുമ്പോ അല്ലാഹുവേ നിന്റെ ഖുർആന്റെ ബലം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. തെറ്റുകളിലോട്ട് വഴുതി വീഴിക്കല്ലേ അല്ലാ. ഇനിയുള്ള ജീവിതം ഒരു പുരുഷായുസിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കടന്നുപോയി തമ്പുരാനെ. ഇന്നലകളിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോ നിന്റെ മുമ്പിൽ പറയാനൊന്നുമില്ല അല്ലാഹുവേ. പടച്ചവനെ, മരണം ചെരുപ്പിന്റെ വാറ് പോലെ മുമ്പിലൂടെ നിശബ്ദമായി നടന്നു നീങ്ങുമ്പോ മരണദൂതൻ എന്നോ ഒരു ദിവസം ഞങ്ങൾ കയറി വരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയാതെ നടക്കുമ്പോ എപ്പോൾ മരിച്ചാലും നിന്റെ മുമ്പിൽ തല പൊന്തിച്ചു നിൽക്കാനുള്ള ജീവിതം ഇനിയെങ്കിലും തരണേ തമ്പുരാനെ. അല്ലാഹുവേ നീ തരണേ തമ്പുരാനെ. എല്ലാം വിട്ടെറിഞ്ഞ് മണ്ണിന്റെ അടിയിലേക്ക് പോകുമ്പോ ഞങ്ങളുടെ മണ്ണറകളെ നീ മണിയറയാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോര ഖബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. ഈ സദസ്സിലിരിക്കുന്ന പലരുടെയും മാതാപിതാക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, ബന്ധുമിത്രാദികൾ, മക്കൾ, സഹോദരങ്ങൾ, അനേകം ആളുകൾ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു മണ്ണിന്റെ അടിയിൽ പോയിട്ടുണ്ട് തമ്പുരാനെ. മണ്ണറയ്ക്കുള്ളിൽ കിടക്കുന്നവരുടെ അവസ്ഥ എന്താന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല അല്ലാ. അവരുടെ മണ്ണറയ്ക്കുള്ളിൽ നീ ഒരു മിന്നാമിനിങ്ങിന്റെ വെളിച്ചമായി ഞങ്ങളുടെ ദുആകളെ സലാത്തുകളെ സ്വീകരിക്കണേ അല്ലാ. അവര് ഖബറിൽ എന്തെങ്കിലും ശിക്ഷ അനുഭവിക്കുന്നെങ്കിൽ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ, മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ ഇൽമിന്റെ വഴികളിലോട്ട് പറഞ്ഞു വിട്ട് ഞങ്ങളുടെ ധാരാളം പിതാമഹന്മാർ, അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഉമ്മയുടെ ഉമ്മമാർ, അവരൊക്കെ മണ്ണിന്റെ അടിയിലാണ്. അവരുടെ ഖബറിലേക്ക് ഞങ്ങൾ ഓതുന്ന ഖുർആന്റെ പ്രതിഫലം എത്തിക്കണേ അല്ലാ. പടച്ചവനെ, ഈ സദസ്സിൽ ധാരാളം രോഗികളുണ്ട്. രോഗങ്ങൾ ശിഫയാക്കണേ തമ്പുരാനെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് നീ ശിവ നൽകണേ അല്ലാ. നീ ശാഫിയാണ് റബ്ബേ, നീ കാഫിയാണ് റബ്ബേ. രോഗം നൽകുന്നവൻ നീയാണ് തമ്പുരാനെ. അത് ശിവയാക്കാൻ നിനക്ക് മാത്രമാണ് കഴിവുള്ളത് തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, ഏത് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അവരെ നീ നരകിപ്പിക്കല്ലേ അല്ലാ, നരകിപ്പിക്കല്ലേ അല്ലാ, വേദന തീറ്റിക്കല്ലേ അല്ലാ. എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ തമ്പുരാനെ. ക്യാൻസർ എന്ന മാരകമായ ദുരന്തത്തിന്റെ നടുവിൽ പെട്ടുപോയവർ അല്ലാഹുവേ, ആ ദുരന്തത്തിന്റെ ആഴം നിനക്കറിയാം തമ്പുരാനെ. അവരെ വേദനിപ്പിക്കല്ലേ അല്ലാ, വേദനിപ്പിക്കല്ലേ അല്ലാ, വേദനിപ്പിക്കല്ലേ അല്ലാ. പടച്ചവനെ, ക്യാൻസർ വന്ന് കീമോതെറാപ്പി ചെയ്ത് ശരീരത്തിന്റെ തലമുടി മുഴുവനും കൊഴിഞ്ഞു മാറി, രോമങ്ങൾ മുഴുവനും പൊഴിഞ്ഞു മാറി, കരുത്ത് കരിവാളിച്ച് ഒരൽപ്പം വെള്ളം കുടിച്ചാൽ അത് വെളിയിലോട്ട് ഛർദ്ദിച്ച് വേദന തിങ്ങിക്കടിയുന്ന ക്യാൻസർ രോഗികൾ പലയിടത്തുമുണ്ട്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്, നീ ശിഫയാക്കണേ അല്ലാ. ആ രോഗം വന്ന് മരിച്ചുപോയവർ നീ അവരുടെ രോഗത്തിന് പകരമായി അവർക്ക് സ്വർഗം നൽകണേ അല്ലാ. അങ്ങനെ മരിച്ചുപോയ അയൽപക്കക്കാരനുണ്ട്, നീ ഖബറിടം വിശാലമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ബന്ധങ്ങളുടെ പരിണിത ഫലം ഈ ദുആ അല്ലാതെ മറ്റെന്താണ് തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ആരെയും നീ ആ മാരക രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ, പരീക്ഷിക്കല്ല റബ്ബേ. ഈ സദസ്സിലിരുന്ന് ആമീൻ പറയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലും ആ രോഗം നീ വരുത്തല്ല തമ്പുരാനെ, വരുത്തല്ല തമ്പുരാനെ.
വരുത്തല്ല തമ്പുരാനെ. ഒരു രോഗി അറിയുന്നതിന് 15 വർഷം മുമ്പേ രോഗാണുക്കൾ ക്യാൻസറിന്റെ ശരീരത്തിൽ കയറുമെന്നാണ്. ഈ ശരീരത്തിൽ ഏതൊക്കെ രോഗാണുക്കൾ കൂടുകെട്ടിപ്പാർക്കുന്നെന്ന് ഞങ്ങൾക്കറിയില്ല തമ്പുരാനെ. എല്ലാ രഹസ്യ പരസ്യങ്ങൾ അറിയുന്ന അല്ലാ, ഏത് സ്കാൻ ചെയ്താലും നീ വിചാരിച്ചാൽ നീ വിചാരിച്ചില്ലെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല റബ്ബേ. അറിഞ്ഞ രോഗങ്ങളുണ്ട്, അറിയാത്ത രോഗങ്ങളുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ നീ കാത്തോളണേ അല്ലാ. സമ്പാദിച്ചത് മുഴുവനും ചികിത്സയ്ക്ക് വേണ്ടി വിട്ടുതുലച്ച് കടത്തിണ്ണയിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ വരുത്തല്ല റബ്ബേ. വാടകത്തിണ്ണയിൽ അഭയം തേടേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ മക്കൾ, അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളുടെ കുടുംബത്തിൽ കഴിഞ്ഞവർ, അല്ലാഹുവേ ആരും അങ്ങനെ ഒരു രോഗം വന്ന് കിടക്കുന്ന അവസ്ഥ കാണിക്കല്ലേ അല്ലാ, കാണിക്കല്ല തമ്പുരാനെ. ഞങ്ങളുടെ പൊന്നു മാതാപിതാക്കളെ നീ അതുകൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഞങ്ങളുടെ പൊന്നുമ്മമാർ, അല്ലാഹുവേ ഞങ്ങൾ വളർന്നു വലുതായി നിൽക്കുമ്പോൾ അവർ ഈ രോഗം കൊണ്ട് പെടയുന്ന അവസ്ഥ ഞങ്ങളെ കാണിക്കല്ലേ അല്ലാ, കാണിക്കല്ല തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ. ആരോഗ്യം നൽകണേ തമ്പുരാനെ, ആയുരാരോഗ്യ സൗഖ്യം നൽകണേ അല്ലാ. പടച്ചവനെ, അവരുടെ പൊരുത്തമുള്ള മക്കളാക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് വേണ്ടി അവരനുഭവിച്ച ത്യാഗത്തിന് പകരം നീ സ്വർഗത്തിൽ കുറഞ്ഞ ഒരു പ്രതിഫലവും നിശ്ചയിക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് നീ ജീവിതത്തിൽ കൂട്ടാളികളായി തന്ന ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കി ഞങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്ത്, അല്ലാഹുവേ ജീവിതത്തിന്റെ സുഖത്തിന്റെ ഒരു ഭാഗം മുഴുവനും ഞങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി മാറ്റിവെച്ച അല്ലാഹുവേ, ഞങ്ങളെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, അവരെ നീ സാലിഹാത്തുകളാക്കണേ തമ്പുരാനെ. അസുഖങ്ങളൊന്നും വരുത്തല്ലേ അല്ലാ, ശിവയാക്കണേ തമ്പുരാനെ. നാളെ സ്വർഗത്തിന്റെ കട്ടിലിൽ ഒരുമിച്ചിരിക്കുന്ന ഇണകളാക്കി ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അതിന് ഞങ്ങൾക്ക് ഇരുവർക്കും നിനക്ക് പൊരുത്തപ്പെട്ട ജീവിതം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തന്ന ഞങ്ങളുടെ പൊന്നുമക്കൾ അവരെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ, ആലിമീങ്ങളാക്കണേ അല്ലാ. എത്ര പാവപ്പെട്ടവനും എത്ര വലിയവനും ഏറ്റവും ഇഷ്ടം അവന്റെ മക്കളാണ് തമ്പുരാനെ. അവന്റെ മക്കൾ വളരുന്നത് കണ്ട് സന്തോഷത്തോടെ കാണാൻ അവസരം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ കാരണത്താലും മറ്റൊരുവന്റെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥ വരുത്തല്ല തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സൽസ്വഭാവികളാക്കണേ അല്ലാ. 11ാമത്തെ വയസ്സിൽ കേരളം മദ്യപിക്കാൻ തുടങ്ങുന്നു എന്ന ചൂടുള്ള വാർത്തയുടെ നടുവിൽ അല്ലാഹുവേ, ഞങ്ങളുടെ പൊന്നുമക്കളെ നീ ഒരു ഹറാമിൽ പെടുത്തല്ല തമ്പുരാനെ. ആ സ്വഭാവം നൽകല്ലേ അല്ലാ, നൽകല്ലേ അല്ലാ. അങ്ങനെയുള്ള മക്കളെ ഓർത്ത് ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കൾ അത് മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കൾക്ക് നീ ഒരു അസുഖം വരുത്തല്ലേ അല്ലാ. പടച്ചവനെ, ഒരു രോഗം വരുത്തല്ലേ അല്ലാ. പിഞ്ചുമക്കളെയും കൈകളിൽ താങ്ങിപ്പിടിച്ച് ആശുപത്രിയിലൂടെ നടക്കേണ്ട ഒരവസ്ഥ വരുത്തല്ല തമ്പുരാനെ. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശിവ നൽകണേ അല്ലാ. പടച്ചവനെ, രാവിലെ സലാം പറഞ്ഞ് കവിളത്ത് കെട്ടിപ്പിടിച്ചുമ്മതന്ന് ഉപ്പാന്ന് വിളിച്ച് 2 കവിളിലും മാറി മാറി ചുംബനം തന്ന് സ്കൂൾ ഭാഗം തൂക്കി സ്കൂളിലോട്ട് പോയാൽ, സ്കൂൾ ബസ്സിൽ കയറിപ്പോയാൽ തിരിച്ചു വരുന്നത് വരെ നെഞ്ചിൽ തീയാണ് റബ്ബേ. അല്ലാഹുവേ, ഡ്രൈവറിന്റെ കണ്ണൊന്ന് തെറ്റുമ്പോൾ കുഞ്ഞുങ്ങൾ ചിതറിത്തെറിക്കുന്നു, ശ്വാസം മുട്ടിമരിക്കുന്നു. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളെ ഏറ്റവും സ്നേഹിച്ച ഞങ്ങളുടെ മക്കൾക്ക് ഖബർ തീർക്കേണ്ട അവസ്ഥ നീ ഞങ്ങളിൽ ആർക്കും വിധിക്കല്ലേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ആക്സിഡന്റിൽ പെട്ട് ശരീരഭാഗങ്ങൾ മുഴുവനെ ചിഹ്നിച്ചിതറി ആരോരും നോക്കാനില്ലാതെ നടു റോഡിൽ ഞങ്ങളുടെ മയ്യത്തുകൾ കാക്കയും കഴുകനും കൊത്തിവലിക്കുന്ന ദുരവസ്ഥ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ, സന്തൂക്ക് കട്ടിലേക്ക് എടുത്തു വെക്കാൻ കഴിയാതെ അവയവങ്ങൾ കുട്ടയിൽ വാരിക്കോരി വന്നെങ്ങനെയെങ്കിലും പൊതിഞ്ഞടക്കുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ, മരണം നന്നാക്കണേ തമ്പുരാനെ. ഈ കൂട്ടത്തില് ധാരാളം ആളുകൾ നിന്റെ നേരെ കൈകൊളിയെത്തുന്നത് കാണുന്നില്ലേ അല്ലാ. ഈ ആമീൻ പറയുന്നവരുടെ മനസ്സിന്റെ ദുഃഖം നീ കാണുന്നില്ല തമ്പുരാനെ.
ഓരോരുത്തരും വസ്ത്രം കൊണ്ട് ജീവിതത്തിന്റെ ദുഃഖങ്ങൾ മറച്ചു വെക്കുന്നു അല്ലാ. മുഖത്തെ പുഞ്ചിരി അകത്തെ അറിയാതിരിക്കാനുള്ള മൂടുപടമാണ്. ആരോടും പറയാതെ രഹസ്യമായി വെച്ചിരിക്കുന്ന നൊമ്പരങ്ങൾ അറിയുന്ന റബ്ബേ, യാമീ പറയുന്ന പാവങ്ങൾക്ക് നീ അത് മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. കച്ചവടം ചെയ്യുന്നവർ കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ചവനെ, വിദേശത്ത് നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. പടച്ചവനെ, ഞങ്ങളുടെ വഴു കേൾക്കാനെത്തുന്ന വിദേശത്ത് നിന്ന് എപ്പോഴും വിളിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാക്കണേ അല്ലാ. ഗൾഫിന്റെ കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. ഒരപകടവും വരുത്താതെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ, കാക്കണേ തമ്പുരാനെ. അവരുടെ കുടുംബത്തെ, ഭാര്യമാരെ, മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാ. പടച്ചവനെ, എന്തൊക്കെ സമ്പാദിച്ചാലും ഒരു നാൾ ഞങ്ങൾ ഇവിടെ നിന്ന് വിട പറയും തമ്പുരാനെ. വിട പറയുന്ന നേരം നല്ലതാക്കണേ അല്ലാ. ഈ സദസ്സിന് വേണ്ടി സംഘാടകരായി നടന്നവർ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. അവരെ ത്യാഗത്തിന് നീ നല്ല പ്രതിഫലം നൽകണേ അല്ലാ. അവരെ കുടുംബത്തിന് ബറക്കത്ത് നൽകണേ അല്ലാ. ഒരുമിച്ച് കൂടിയ സഹോദരിമാരവരെ ഭർത്താക്കന്മാരെ സൽസ്വഭാവികളാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, രാവിലെ സലാം പറഞ്ഞിറങ്ങുന്ന ഭർത്താക്കന്മാർ വൈകുന്നേരം വെള്ളത്തുള്ളിയിൽ പൊതിഞ്ഞു കൊണ്ടുവരുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. ആ പാവങ്ങളെ നീ ജീവിതത്തിൽ ഒറ്റയാക്കല്ല തമ്പുരാനെ. പടച്ചവനെ, നാളെ ഖബറിലോട്ട് കൊണ്ടുപോകുമ്പോ അല്ലാഹുവേ, നാളെ ഞങ്ങൾ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ ആയിരക്കണക്കിന് സാലിഹീങ്ങളെ തരണേ അല്ലാ, തരണ തമ്പുരാനെ. ഖബറടക്കിയിട്ട് തിരിച്ചു പോകുമ്പോ ഞങ്ങൾ ഈ ചൊല്ലിയ സലാത്തും ദിക്റും ഖുർആനും ഒക്കെ ഖബറിന്റെ പ്രകാശമാക്കണേ അല്ലാ. നാളെ പരലോകത്ത് വരുമ്പോൾ അർശിന്റെ തണല് നൽകണേ തമ്പുരാനെ. കിതാബ് വലത് കയ്യിൽ നൽകണേ അല്ലാ. അവസാനം സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമായിട്ട് വേദനിക്കുമ്പോ സ്വർഗാവകാശികളിൽ പെടുത്തണേ തമ്പുരാനെ. പടച്ചവനെ, അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും നിർവഹിപ്പിക്കണേ അല്ലാ. വിശുദ്ധ കഅബാലയം കണ്ണുകൊണ്ടൊന്ന് കാണാതെ ഞങ്ങളുടെ കണ്ണിനെ എന്നേക്കുമായിട്ട് അടപ്പിക്കല്ലേ അല്ലാ. റൗളയുടെ ചാരത്ത് വന്ന് നിന്ന സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാതെ ഞങ്ങളുടെ നാവിന്റെ ചലനം നിശ്ചലമാക്കല്ല തമ്പുരാനെ. നാളെ പരലോകത്ത് പ്രവാചകന്റെ ശഫാഅത്ത് നൽകണേ അല്ലാ. ഹൗദൽ കൗസർ കോരി കുടിപ്പിക്കണേ അല്ലാ. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേദിരിക്കുമ്പോ നരകത്തിലേക്ക് വലിച്ചെറിയല്ല തമ്പുരാനെ. ദുനിയാവിലൊരു തീപ്പെട്ടിക്കൊള്ളിയിൽ ചവിട്ടിയാല് ഞങ്ങൾ കാല് പിൻവലിക്കുമല്ലാ. ഒരു ഉറുമ്പ് കടിച്ചാല് സഹിക്കാൻ കഴിയില്ല റബ്ബേ. കോവർ കഴുതയുടെ വലിപ്പമുള്ള തേളുകൾ ആഞ്ഞു കൊത്തുമ്പോ ഞങ്ങൾ എങ്ങനെ സഹിക്കുമല്ലാ. നരകത്തിന്റെ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല റബ്ബേ. ഞങ്ങൾക്ക് സ്വർഗം നൽകണേ തമ്പുരാനെ. സ്വർഗത്തിന്റെ പഴം ഞങ്ങൾ കേട്ടിട്ടുണ്ട്, രുചിച്ച് നോപ്പിക്കണേ അല്ലാ. സ്വർഗത്തിന്റെ പാനീയം കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് കുടിക്കാൻ അവസരം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഒരല്പം ഇടം നൽകണേ അല്ലാ. സ്വർഗം ചോദിക്കാൻ പറ്റൊരു സൽക്കർമ്മവും ഞങ്ങളുടെ കയ്യിലില്ല. ഒരു പെരുവിരല് കുത്തി നിൽക്കാനെങ്കിലും സ്വർഗത്തിൽ ഒരല്പം ഇടം തരുമോ തമ്പുരാ? അല്ലാഹുവേ, ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ. തട്ടിക്കളയല്ല തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളെ സഹകരിച്ചവർ, അല്ലാഹുവേ, ഞങ്ങൾ വിവിധ മഹല്ലുകളിൽ സേവനമനുഷ്ഠിക്കുമ്പോ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ, ഞങ്ങളോട് സ്നേഹത്തോടെ പെരുമാറിയവർ, അല്ലാഹുവേ, ഉസ്താദേ ദുആ ചെയ്യണമെന്ന് ആരൊക്കെ ഈ വിനീതനോട് പറഞ്ഞിട്ടുണ്ടോ അവർ ലോകത്തിന്റെ വിവിധ ദേശങ്ങളിൽ, വിവിധ നാടുകളിൽ ഉറക്കത്തിലായിരിക്കാം. എവിടെയാണെങ്കിലും അവരെല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനെ. നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആകൾ നീ സ്വീകരിക്കണേ അല്ലാ.